രാവിലെ തന്നെ വലിയൊരു കാട്ടിലേക്ക് കയറിക്കും കേട്ടോ. കിളക്കാനുള്ള സ്ഥലമോ കാടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. 9 മണി കഴിഞ്ഞു ആള് വന്നു. ഇത് മൊത്തം കംപ്ലീറ്റ് തെളിച്ച് ക്ലിയർ ആക്കി വേണം വരെ. നമുക്ക് കിട്ടുന്ന സൈറ്റ് എല്ലാം റിസ്ക് സൈറ്റ് ആവും. ഒരു ചെറിയൊരു വഴി പോലെ അങ്ങനെ ചായച്ചങ്ങ് പോവാ. അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് ചെല്ലുമ്പോൾ എന്നാന്ന് അറിയാൻ പറ്റത്തില്ല. കാട് കാരണം ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ കാട് പറിച്ചിട്ട് ചെറിയൊരു വഴി പോലെ അങ്ങ് ചാലാക്കിയാണേ പോണേ. ഒന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്നാ സംഭവം അറിയില്ലാത്തതുകൊണ്ട് മുന്നോട്ട് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇനി തന്നെ വരാൻ പോകുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കുഴിയാണോ കുന്നാണോ മലയാണോ അതോ കയ്യാലമാട്ടയാണോ ഒന്നും അറിയത്തില്ല. ഏതായാലും വഴി പോലെ കാലാക്കിയാ കയറി പോകുന്നു. നല്ല നടപടിയില്ല. അതല്ലേ ഇറങ്ങിപ്പോയി ഇവിടെ പുറത്തേക്ക് വല്ല ഇറങ്ങിപ്പോണേ ഒരു വഴി വേണം. അതുകൊണ്ട് ചെറിയൊരു ചാലാക്കി അങ്ങ് പോവാം. ഒറ്റച്ചെറിയ കയ്യാലാണെ കുഴപ്പമില്ല. ഇതിപ്പം നല്ല വിസ്തൃതിയിലുള്ളൊരു വലിയാല ഏറിയ കൂടുതലുണ്ട്. അതുകൊണ്ടത് ചാലാക്കി കയറി പോവാം. കാടെന്ന് പറഞ്ഞ കാടിന്റെ മൂർധന്യാവസ്ഥയിലാണ് വന്ന് നിൽക്കുന്ന കാടാണ്. എന്താ അവന് ഞാനോർത്ത് ഇവിടെ മലയായിരിക്കും. ഇതുണ്ടോ ഭയങ്കര കാട്. ഇത് പുറം പണിയല്ല കേട്ടോ, ഇത് സ്വന്തം പണിയാണ്. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും. ഇത് മൊത്തം തെളിച്ച് വേണം ഇനി കിളച്ചിറങ്ങി പോരാ. കിളച്ച് ക്ലിയർ ആക്കി കൊടുക്കണം. ഈ ആഴ്ച തീരുമെന്ന് അറിയത്തില്ല. സ്ഥലം കുറച്ച് സ്ഥലമേ ഉള്ളൂ. കാട് കൂടുതലാണ്. ഇവിടെ ഇങ്ങോട്ട് തെളിച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് തീരെ കാട് കുറവാന്ന് തോന്നുന്നുണ്ടോ, കിടക്കുന്നുണ്ടോ? ഏകാലം നിലത്തോട്ട് ഇറങ്ങുന്നില്ല ഇപ്പോൾ. ഈ ഭാഗമെല്ലാം തെളിച്ച് പോകുന്നു. ഏകാലം ലെവല് സ്ഥലമാണ്. അത് കാരണം പിന്നെ കുഴപ്പമില്ല. വലിയ ചെരിവൊന്നുമില്ല. കയറി വരുന്ന വഴി മാത്രമേ ഒരു ഇച്ചിരി പ്രശ്നമുള്ളൂ. അത് ഭയങ്കര കയറ്റമാണ്. ഒരു വണ്ടിയും കയറി വരത്തില്ല. JCB പതുക്കെ കുത്തി വലിഞ്ഞൊക്കെ കയറി വരത്തും. ഇടയാണ്ട് ലെവലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാടൊന്നും പറിക്കുന്ന റിസ്ക്കേ ഉള്ളൂ. ഇവിടെ നിലത്തിറങ്ങി അഭ്യാസം കാണിക്കാൻ പറ്റുമല്ല. പാമ്പൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. അതാണ് അവസ്ഥ. ഇങ്ങോട്ടിപ്പോൾ ഈ മരം നിൽക്കുന്നതിൻ്റെ അവിടെ വരെ ഉള്ളൂ. അതിങ്ങനെ അതിരാ ആ കാണുന്നത്. ആ മരം നിൽക്കുന്നതല്ല. കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇന്ന് തീരുമെന്ന് സംശയമാണ്. ഇന്ന് തീരുമായിരിക്കും ചിലപ്പോൾ. നോക്കായേക്കാലും ആ ഭാഗത്ത് ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടുണ്ട്. അതിലേതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് പോയി അവിടെ വരെ ഉള്ളു അതിൽ കേട്ടോ. ഇനി ഈ മുകളിലേക്ക് കയറണം. വഴി വെട്ടേണ്ട ആവശ്യമില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ മരം വെട്ടി ഇറങ്ങിപ്പോയ വഴിയുണ്ട്. അത് കാരണം നേരെ കയറിയാൽ മതി ആ വഴിക്ക്. വഴി വെട്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങോട്ടാ കയറാൻ പോന്നെ. ഇവിടെ മൊത്തം പടല. ഈ സാധനമായിട്ട് പിന്നെ പറിച്ചാൽ ക്ലിയർ ആയി പോകും പെട്ടെന്ന് തന്നെ. കുറ്റിച്ചെടിയൊന്നും ഇല്ലാത്തോണ്ടേ പടപടപടേന്ന് ക്ലിയർ ആവും. അങ്ങനെ ഒരു ഗുണമുണ്ട്.
ഇതിപ്പോ നേരെ അങ്ങോട്ടാ പോകാൻ പോകുന്നത്. വഴിയൊരു ചാലുണ്ട്. ഭയങ്കര വെയിലാട്ടോ ഇന്ന്. ആകാശം നീല നിറത്തിലായിരിക്കുന്നു. വലിയ മണ്ണ് കൂടാതെ പറിച്ചെടുക്കുകയാണെ ഈ സാധനം പെട്ടെന്ന് കത്തിപ്പോകുള്ളൂ. ഒത്തിരി മണ്ണൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കത്താൻ പാടായിരിക്കും. അന്നേരം പരമാവധി മണ്ണ് പറ്റാത്ത രീതിയിൽ പറിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. നല്ല ചൂടായിരുന്നു. ഇപ്പൊ എന്താ നമ്മളെപ്പോലുള്ള പണിക്കാർ എന്നാ ചെയ്യേണ്ടത്, ഈ സമയത്ത് നല്ലപോലെ വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിച്ചില്ല 8ന്റെ പണി കിട്ടും. ഞാൻ രാവിലെ ഇന്ന് ഒരു 5 ലിറ്റർ വെള്ളമായിട്ട് വന്ന. ഇപ്പൊ അത് സമയം 10:40 ആയതേ ഉള്ളൂ. 1.5 ലിറ്റർ വെള്ളം തീർന്നു. 5.5 ലിറ്റർ വെള്ളമായിട്ട് വന്ന. 5.5. 2 ലിറ്ററിന്റെ 2 ക്യാനും പിന്നെ 1.5 ലിറ്ററിന്റെ ഒരു കുപ്പിയുടെ വെള്ളം കൊണ്ടുവന്നിട്ട് ഇപ്പൊ 1.5 ലിറ്റർ തീർന്നു ഈ സമയം കൊണ്ട്. ഇനി ബാക്കി ഇനി 4 ലിറ്ററോടെ ഉണ്ട്. അതിന് തികയും ദൈവത്തെ അറിയാം. അമ്മാതിരി ചൂടായിരിക്കും. വെള്ളം കുടിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ സീസൺ തീരാറാകുമ്പോഴത്തേക്ക് പണി കിട്ടും. പരമാവധി ഒരു 4 ലിറ്റർ വെള്ളമായാലും ഞാൻ പരമാവധി ഒരു 5 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുന്നുണ്ട്. അല്ലാതെ പറ്റത്തില്ല കേട്ടോ. കുറഞ്ഞ 5 ലിറ്ററായാലും കുടിക്കുന്നുണ്ട്. ഈ സാധനം കണ്ടോ, ഇതിപ്പം പടലായിട്ട് പെട്ടെന്ന് ക്ലിയർ ആവും. ഇതൊക്കെ കുഴിച്ചുവിടാൻ പോകുമ്പോഴാണ് 8ന്റെ പണി വരുന്നത്. കുഴിച്ചുവിടാന്ന് കുഴിയെടുത്ത് മനുഷ്യന്റെ ഇടപാട് തീരും. പണിയായിട്ട് തീരത്തുമില്ല. മണ്ണങ്ങ് പെരുകും. ഇതെല്ലാം കൂടെ തട്ട് ലെവല് കഴിയുമ്പോഴത്തേക്ക് 5-6 ദിവസം അങ്ങ് മാറും. ഇപ്പൊ നല്ല വെയിലുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സാധനം ഇവിടെ കൂട്ടിയിട്ടാൽ പതുക്കെ കത്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും തെളിച്ച് മുകളിലേക്ക് അങ്ങനെ അതിലേക്ക് ചെന്നിട്ട് അവിടെ നിങ്ങോട്ട് കളച്ച് വരാം. ഓക്കെ, ഈ ഭാഗത്തെ അതിരെ കണ്ടുപിടിച്ചു കേട്ടോ. അവിടെ എത്ര തെളിച്ചു. ഇനി ഇങ്ങോട്ട് കയറുക. ഇവിടെ ഈ അതിരൊന്ന് തെളിച്ചിട്ട് ഈ ആ വശത്തേക്ക് പോകണം. അവിടെ ഭയങ്കര കാണാം. ഇനിയിപ്പോ ഇവിടുന്ന് ഈ അതിര് തപ്പി അങ്ങ് പോവാട്ടോ. ഇതില് നേരെ പോയി ഈ ഏരിയ മൊത്തം കാട് പറിച്ചിട്ട് എനിക്ക് കളച്ചു വരാൻ പറ്റത്തുള്ളൂ. ഈ അതിനെ ഒന്ന് കണ്ടുപിടിച്ച് വരുന്നേ ഉള്ളൂ. അതല്ല വെറുതെ കളച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. ഇത് പറിക്കുന്ന തൊട്ടേ അതിരേതാന്നിട്ട് കണ്ടുപിടിക്കണം. ഇവിടെ അതിരെന്ന് പറയുന്ന സംഭവമൊന്നും കാണാനൊന്നുമില്ല. അപ്പുറം ഒരു മരം നിൽക്കുന്നുണ്ടെന്നല്ലാതെ അതിലേതാന്ന് കറക്റ്റ് അതില് ഒന്നുകൂടെ കാണത്തില്ല കേട്ടോ. വെയിലിപ്പോ നല്ലപോലെ കൂടിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇടാത്തെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വീഡിയോ ഇടുന്നില്ല. എന്നാന്ന് വെച്ചാ വീഡിയോ ഇടാനൊന്നും സമയമില്ല. പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക വീഡിയോ ഇടാൻ വേണ്ടി. പിന്നെ ഒത്തിരി ആളും പേരും ഇല്ലാത്ത സ്ഥലം നോക്കി വേണ്ടേ വീഡിയോ എടുക്കാൻ. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ശാന്തമായ പ്രദേശം. ഇവിടെ ഒന്ന് സുഖമായിട്ടൊന്ന് പണിയാം. പണിയുന്ന കൂട്ടത്തിൽ വീഡിയോ എടുക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിന് കാണിച്ചു തരാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താഴത്തെ ഒരു വീട്ടുകാരൻ. പുള്ളി ഇതുവരെ വന്നില്ല. അങ്ങ് വരെ എത്തുന്നോണം വരെ നോക്കാൻ വരുമോന്ന്. ഒരു കല്ലേലും ഉണ്ടേ കുഴപ്പമില്ല. ഒരു കല്ലും വാങ്ങാത്തതൊന്നും ഇല്ല. അതിനായിട്ടൊന്നും കാണുന്നില്ല. അതിനായിട്ട് വല്ലതും കണ്ടാലോ നമുക്ക് ഇത് അതിരെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അപ്പുറ സൈഡിലൊരു മരം വെച്ചിട്ടുണ്ട്.
അതിപ്പോ അതിനായിട്ടാണ് കണക്ക് കൂട്ടിയേക്കുന്നത്. ആ സൈഡ് മൊത്തം ഇഞ്ചി കൊള്ളാം. അങ്ങോട്ട് ചെല്ലുമ്പോ ഇഞ്ച ആ സാധനം മൊത്തം പറിച്ച് കൂട്ടി കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് പിന്നെ ഉണ്ടാവും. നല്ല ഇഞ്ചക്കാടാട്ടോ അത്. എന്താ വല്ല അതിനകത്തോടെ ഒരൊറ്റ ചാട്ടം കൊണ്ട് ചെയ്യും. ഒറ്റ ചാട്ടം കൊണ്ട് ഞാൻ അടിപൊളിയായിരിക്കും. ഇതൊക്കെ മനുഷ്യനൊക്കെ വേണം. മനുഷ്യൻ തീർന്നു പോട്ടെ. പിന്നെ അവര് എഴുതിട്ട് പോലത്തില്ലല്ലോ അത് വീട് കഴിഞ്ഞാൽ. എലിമുള്ളെന്നൊക്കെ പറയുന്ന സാധനം. ഇത് പറിക്കുമ്പോൾ നല്ല കിരികിരിക്കിരാന്നാണ് അത് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് വരച്ചൊന്നും കണ്ടു. എവിടെയൊക്കെ നിറച്ച് കാടാ. നിറച്ച് കൂട്ടിയിട്ട് കത്തിച്ച് വേണം, അല്ല ഈ സാധനം പോകത്തില്ല. ഇത്രയും വലിയ എലിമുള്ള ആദ്യമായിട്ടാണ്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഒരു ജാതം അങ്ങോട്ട് ചാടിയിട്ട് 2 ഉരുളിച്ചാൻ കൂടണം. അതിന്റെ മുകളിൽ കൂടെ സ്വർഗം കാണും. സ്വർഗം. ഉച്ചയായപ്പോ ഈ ഭാഗത്തെല്ലാം കാട് കംപ്ലീറ്റ് തെളിച്ചു കണ്ടോ. അതെല്ലാം ക്ലിയർ ആക്കി. ഇപ്പൊ ഈ സൈഡിൽ വണ്ടി ഒതുക്കി എടുത്തേക്കാം. ഇനിയിപ്പോൾ ഈ 2-3 മരങ്ങൾ വെട്ടാണ്ട് ഇവിടെ. ഇതും പിന്നെ അതും പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ മരം, ഇതെല്ലാം കൂടെ വെട്ടിയാലേ ഇവിടെ പരിപാടി നടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ചപ്പും കാടും എല്ലാം കൂടെ ഒന്ന് പറിച്ചു കൂട്ടിയിട്ടാ പിന്നീട് അത് കത്തിക്കാമല്ലോ. അപ്പോൾ ഇനി കളയ്ക്കുന്നില്ല. ഇനി മൊത്തം കാട് പറിച്ച് കൂട്ടി ലെവൽ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഈ മരമെല്ലാം വെട്ടിക്കൊണ്ട് പോയിട്ട് ഇവിടെ എല്ലാം ഭയങ്കര കാടാണ്. ഈ കാടെല്ലാം ഒന്ന് പറിച്ചു കൂട്ടാം. ഇതൊരു തൊട്ടിയുണ്ട്. ഇത് താഴെ റോഡുണ്ട് കയറി വന്ന വഴി. പിന്നെ അങ്ങാ മൂല. ഇത്രയും ഭാഗത്തുണ്ട് പരിപാടി. എന്നാളൊന്നും തീരത്തില്ല. ഈ കാട് പോയിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ കിളച്ചങ്ങ് പോയാൽ പോരെ. നല്ല മണ്ണാണ്, പുട്ട് പോലത്തെ മണ്ണാണ്. അതാണ് വലിയ താമസം എടുക്കൂല. ഇത് സ്വന്തം പണിയത്. അതുകൊണ്ട് ഇഞ്ചമുള്ള പറിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് കരിയും. അമ്മാതിരി വെയിലടിക്കുന്നത്. 100 കഴിഞ്ഞ് ഇനി കിളക്കുന്നില്ല കേട്ടോ. ഇനി കംപ്ലീറ്റ് കാടെല്ലാം ഒന്ന് പറിച്ച് ആദ്യം സ്ഥലം ഒന്ന് കാണട്ടെ, എന്നിട്ടേ ഇനി കിളയുള്ളൂ. അതല്ല 1-2 മരം അന്ന് വെട്ടിപ്പോകണ്ട. ഇനി കിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുകയില്ല. നമുക്ക് ഭാരമായി മാറും. അതിലെന്താ ഈ കാട് തെളിച്ചിട്ട് വേണേൽ 2 ദിവസം കഴിയുമ്പോൾ ഉണങ്ങുമല്ലോ. ഉണങ്ങി കഴിയുമ്പോൾ കത്തിക്കുകയും ചെയ്യും. ഈ മരം വെട്ടിയാലും JCB ഇല്ലാതെ നടക്കത്തില്ല ഇവിടെ. ഇതെടുത്ത് താഴേക്ക് കൊണ്ടുപോകണമെങ്കിൽ JCB വേണം. പിക്കപ്പ് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. JCB ഉള്ളപ്പോഴാണെങ്കിൽ സാധനം എല്ലാം വലിച്ച് താഴെ ഇറക്കാമല്ലോ. ഇത് നല്ല മഴയില്ലാത്ത ദിവസമായിരുന്നു. ഈ മഴ പിടിക്കുമ്പോൾ എനിക്ക് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലും വലിയ പാടും. എന്നാ ചെയ്യാനാ, ഇതൊക്കെയാണ് അവസ്ഥ. ഇതിൻ്റെ അകത്തെല്ലാം മരം വെട്ടിയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ കൂട്ടത്തിൽ തെളിച്ച് വേണം മൊത്തം ക്ലിയറാക്കി എടുക്കാൻ. അവിടെ ഇവിടെ എല്ലാം കമ്പ് തട്ടുന്നുണ്ട്. മൊത്തം കാട് കുറച്ചെല്ലാം തെളിച്ച് ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് കാടല്ലേ, അത് മൊത്തം തെളിച്ചു. ഇനി ഇവിടെ ഒരു കുറച്ചുണ്ട്,
പിന്നെ താഴേക്കുണ്ട് കുറച്ച്. അതുകൂടെ ചെയ്തിട്ട് പരിപാടി നിർത്തുക. ഒത്തിരി ജീവികൾ, ഏണ്ടൊക്കെ ജീവികളുണ്ടായിരുന്നു, എല്ലാം ഇറങ്ങി ഓടുന്ന കേട്ടോ. ഈ മരമൊക്കെ മുറിക്കാനുള്ള. അതിന് ബാക്കി ഈ കാട് പോയി ഒന്ന് പറിക്കാം. അതൊന്ന് ലെവൽ ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം എന്നാണ്. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് കാടെല്ലാം പറിച്ച് ലെവലാക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം കിളയ്ക്കുകയും ചെയ്തു. എന്നാളും ഇന്നിനും തീരത്തില്ല. നാളെ ഇനി മരമൊക്കെ മുറിച്ചിട്ട് ബാക്കി ചെയ്യാം. ബാക്കിയുള്ള വീഡിയോ ഒക്കെ അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് വരുവേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.